കൂട്ടുകാർക്കും ഡാനി സസ്യാട്ടി സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ബീർ ബഹൂട്ടിയുടെ അടുത്ത ഒരു പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10ാം ക്ലാസ്സുകാർക്കുള്ള ലെസനാണ്, ഒന്നാമത്തെ അധ്യായമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? 2 കുട്ടികളുടെ കഥയാണ് അല്ലേ ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? ബേല ഓർ സാഹിൽ അല്ലേ. ദോനോം ചോട്ടെ ബച്ചെ ഹേ അല്ലേ. ഏകദേശം ഒരു 10, 8, 9, 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 കുട്ടികളാണ് ബേലയും സാഹിലും. ഇവരുടെ ആത്മസൗഹൃദത്തിൻ്റെ കഥയാണ് നമ്മൾ ബീർ ബഹൂട്ടിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അവർ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒരുമിച്ച്, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു. അവർ വായിക്കുന്ന പുസ്തകമാണെങ്കിലും അവർ വായിക്കുന്ന വരികൾ പോലും സിമിലറാണ്, സെയിം ആയിട്ടുള്ള വരികളാണ് അവർ വായിക്കുക. അത്രയ്ക്കും ആത്മബന്ധമാണ് ബേലയും സാഹിലും തമ്മിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് ഏറ്റവും പേടിയുള്ളത് ആരെയായിരുന്നു? സുരേന്ദർ മാഡ്സാബ് എന്ന് പറയുന്ന കണക്കെടുക്കുന്ന അധ്യാപകനെ ആയിരുന്നു അവർക്ക് ഏറ്റവും പേടി. എല്ലാ കുട്ടികൾക്കും പേടിയായിരുന്നു. അപ്പോൾ സാറ് വരുന്ന സമയമായി കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും എന്തുണ്ടാവും? ക്ലാസ്സിൽ വന്ന് സ്ഥാനം പിടി അവരവരുടെ പ്ലേസിൽ വന്ന് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ തുടർന്ന് ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. സുരേന്ദർ ജി മാഡ് സാബ് ഇസി പീരിയഡ് മേം കാപ്പി ജാഞ്ചത്തെ ഥേ. ഇനി അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ചെന്നിരിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ സുരേന്ദർ സാബ് അദ്ദേഹത്തിൻ്റെ പീരീഡിൽ എന്ത് ചെയ്യും? കോപ്പി ജാഞ്ചത്തെ, ജാഞ്ചിന എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഹോംവർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനെയാണ് എന്ത് ജാഞ്ചിന എന്ന് പറയും. പരിശോധിക്കുക, ചെക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം കോപ്പി ചെക്ക് ചെയ്യാം. ജറാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या झापड़ मारने लगते थे. അപ്പോൾ എന്തായിരുന്നു? ജറാസി ഗൽത്തി പർ, ഒരു ചെറിയ തെറ്റ് ഉണ്ടായാൽ പോലും എന്താണ്? ബച്ചോംകോ, കുട്ടികളെ, ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഹേ, എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തോ തള്ളോ ഒക്കെ ചെയ്യും. അതുമാത്രമല്ല യാ ഝാപ്പട് മാറിനെ ലഗ്തേ ഥേ എന്ന് വെച്ചാൽ നല്ലതുപോലെ അടിക്കുകയും ചെയ്യും. ഝാപ്പട് മാറണം എന്ന് വെച്ചാൽ അടിക്കുക, നല്ലതുപോലെ അടിക്കുവാനും തുടങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ ഥോ റുക്ന ഭൂൽ ജാത്താ ഥാ. ഇനെന്താണ്? ഉൻകാ ഹാത്ത്, അദ്ദേഹത്തിൻ്റെ കൈകൾ, ചലന ശുരു ഹോത്താ ഥോ, ചലിക്കാൻ തുടങ്ങിയാൽ, അതായത് അദ്ദേഹം അടി തുടങ്ങിയാൽ, റുക്ന ഭൂൽ ജാത്താ ഥാ, നിർത്തുന്നത്. രുക്കുന എന്ന് വെച്ചാൽ നിർത്തുക, നിർത്തുന്ന കാര്യം ഇദ്ദേഹം എന്താണ്? ഭൂൽ ജാത്ത, മറക്കും, മറന്നു പോകുമായിരുന്നു. അത്രയും ഒരു കാർക്കശ്യക്കാരനും ശിക്ഷ നൽകുന്ന ഒരു സാറുമായിരുന്നു ഇവരുടെ കണക്കിൻ്റെ അധ്യാപകൻ. एक दिन सुरेंदर जी माड साहब ने बेला की बालों में पंजा फंसाया. അപ്പം എന്ത് സംഭവിച്ചു? ഏക് ദിൻ, ഒരു ദിവസം, സുരേന്ദർ ജി മാഡ് സാബ്, സുരേന്ദർ സാറ്, ബേല കി ബാലോ മേ, ബേലയുടെ മുടിയിൽ, പഞ്ച ഫൻസായ, അതായത് പഞ്ച എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുഷ്ടി പിടിക്കുന്നതിനെയാണ് പഞ്ച എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ മുടി കുത്തി പിടിച്ചു, അതായത് മുടിക്ക് പിടിച്ചു, ഫൻസായം പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. സാധാരണ എന്താ ചെയ്യുക? ഇദ്ദേഹം ഉന്തോ തള്ളൊക്കെ ചെയ്യും അല്ലേ. ഷായദ്, ഒരു പക്ഷേ, ജിസ് ഗൽത്തിക്കോ, ഏതൊരു തെറ്റിനാണോ, വേ ഉസ്കെ ബാൽ പക്കഡ്കർ, അവളുടെ മുടി പിടിച്ചിട്ട് ഫേങ്കിനെ വാലേത്തെ, എറിയേണ്ടതായിരുന്നു. വഹ് ഗൽത്തി തീ ഹി നഹി. അപ്പം എന്താണ് അവിടെ? അത് അങ്ങനെ ചെയ്തില്ല. പകരം എന്താ ചെയ്തത്? ഉനോനെ ബേലാക്കോ ചോട് ദിയ. അപ്പോൾ ഏതൊരു തെറ്റിനാണോ അദ്ദേഹം മുടി പിടിച്ച് വലിച്ചെറിയേണ്ടതായിരുന്നത്, ആ ഒരു തെറ്റിന് എന്ത് ചെയ്തില്ല? അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തില്ല. എന്ത്? ഫേങ്കിനെ വാലെ, മുടി പിടിച്ച് പുറത്തേക്ക് വലിച്ച് തള്ളേണ്ടതായിരുന്ന ആ ഒരു തെറ്റിൽ നിന്നും, അല്ലെങ്കിൽ തള്ളേണ്ടതായ ആ ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹം പിന്മാറി. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ഇനി എന്തുണ്ടായി? ബേല കെ ഭയഭീത് ചെഹരെ, ബേലയുടെ
ഭയപ്പാടുള്ള ഭയം നിറഞ്ഞ ചെഹരെ മുഖം को देखकर മുഖം കണ്ടുകൊണ്ട് സാഹിലിന് ബുരി തരഹ് ഡർ ഗയാ ഥാ വളരെയധികം പേടിച്ചു. ഡർ ഗയാ ഥാ സാഹിലും വളരെയധികം പേടിച്ചു. ഉസ്നെ ദേഖാ കി ബേല കെ പാവ് അഭി ഭി കാംബ് രഹേ ഹേ. ഇനി എന്താണ് അവൻ കണ്ടു? ഉസ്നെ ദേഖാ അവൻ എന്താ കണ്ടത്? കി ബേല കെ പാവ് ബേലയുടെ കാലുകൾ അഭി ഭി ഇപ്പോഴും കാംബ് രഹേ തേ എന്ന് വെച്ചാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാംബ് രഹേ ഹേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വഹ് ഘടേ ഘടേ അഭി ഗിർ ജായേഗി. ഇനി എന്താണ്? ജൈസേ വഹ് ഘടേ ഘടേ അവൾ നിന്ന് എന്താണ്? ഇപ്പോൾ അഭി ഗിർ ജായേഗി ഇപ്പോൾ വീഴുന്നു നമുക്ക് തോന്നിപ്പോകും. അതേപോലെ അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സുരേന്ദർ ജി മാട്ട് സാബ് ने कापी को उसके बैठने की जगह पर फेंकते हुए कहा. എന്നിട്ട് ഇദ്ദേഹം സുരേന്ദർ ജി മാട്ട് സാബ് കോപ്പി ബുക്ക് ഇവളുടെ നോട്ട്ബുക്ക് ഉസ്കെ ബൈഠ്നെ കി ജഗ പർ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് എറിഞ്ഞുകൊണ്ട് ഫേങ്ക്തെ ഹുയെ കഹ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ബേട്ട് അപ്പനി ജഗ പർ നീ പോയി നിൻ്റെ സീറ്റിലിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഏതൊരു തെറ്റിനാണോ വലിയൊരു ശിക്ഷ, അതായത് മുടി കുത്തി പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയേണ്ടതായിട്ടുള്ള ഒരു ശിക്ഷ, ആ ഒരു തെറ്റിനെ അദ്ദേഹം അങ്ങനെ ചെയ്യാതെ പകരം അവളോട് പോയി അവളുടെ സീറ്റിലിരിക്കാൻ പറഞ്ഞ അവളുടെ പുസ്തകം വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത്. എങ്കിലും എന്താണ്, സാഹിൽ അവളുടെ മുഖം കണ്ടിട്ട് വളരെയധികം ഭയന്നു പോയി. ബേലയും അങ്ങനെ തന്നെയായിരുന്നു. നിന്നിപ്പോൾ വീഴുമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ബേലയുടെ അവസ്ഥ. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर സാഹിൽ के सामने नहीं. ഇനി എന്താണ്, ബേലയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്തായിരുന്നു? ബേല का मन बहुत खराब हो गया വളരെയധികം അവൾക്ക് വിഷമമായി. കാരണം മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ സാറ് വേണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ. പീട്ട് ലേത്തെ എന്ന് വെച്ചാൽ അടിച്ചോട്ടെ, തല്ലിക്കോട്ടെ. മഗർ സാഹിൽ കെ സാമനെ നഹി. പക്ഷെ എന്ത് പാടില്ല? മഗർ പക്ഷേ സാഹിൽ കെ സാമനെ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് നമ്മുടെ ബേലയ്ക്ക് അപ്പോൾ മനസ്സിൽ തോന്നിയത്. വ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി. ഇനി എന്താ ഉണ്ടായത്? വ സാഹിൽ കെ സാമനെ സാഹിലിൻ്റെ മുമ്പിൽ ഖുദ് കോ സ്വയം അവൾക്ക് സ്വയം ശർമിന്ദ നാണം അല്ലെങ്കിൽ ലജ്ജ മഹസൂസ് കർ രഹി ഥി. മഹസൂസ് കർണ എന്ന് വെച്ചാൽ തോന്നി. അവൾക്ക് സ്വയം ഒരു നാണം, ഒരു ലജ്ജ അനുഭവപ്പെട്ടു. കാരണം സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഇവൾക്ക് ബേലയ്ക്ക് ഇത്രയ്ക്കധികം എന്താ പറയുക നാണക്കേട് സഹിക്കേണ്ടി വന്നത്. എത്ര അടിച്ചാലും ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ സാഹിലിൻ്റെ മുന്നിൽ നിന്നും മാറിയിട്ടാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് തോന്നുകയില്ലായിരുന്നു. क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. ഇനി എന്താണ്? ക്യോങ്കി അതിന് കാരണം വഹ് ജാൻതി തി അവൾക്കറിയാമായിരുന്നു. കി വഹ് സാഹിൽ കി നസർ മേം അവൾ ബേല സാഹിൽ കി നസർ മേ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ സാഹിലിൻ്റെ നോട്ടത്തിൽ ബഹുത് അച്ചി ഹെ ബേല വളരെ നല്ല കുട്ടിയാണെന്നാണ് ആരുടെ അഭിപ്രായം? സാഹിലിൻ്റെ അഭിപ്രായം എന്നുള്ളത് ബേലയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസേ നസർ നഹി മിലാ പായി. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാളും സമീപത്ത് അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ബേല സാഹിലിൻ്റെ ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി അവൾ വന്ന് സാഹിലിൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഉസ്സേ നസർ നഹി മിലാ പായി അവനെ നോക്കാൻ അവൻ്റെ മുഖത്തേക്ക് നസർ നോക്കാൻ തന്നെ കഴിഞ്ഞില്ല. നഹി മിലാ പായി അവൾക്ക് സാധിച്ചില്ല, അവൾക്ക് കഴിഞ്ഞില്ല. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സേ നസർ നഹി മിലാ പായി ക്യോ? എന്തുകൊണ്ടാണ് സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? കാരണം സാഹിൽ ഓർ ബേല അച്ഛേ ദോസ്ത് തേ അല്ലേ? സാഹിലും ബേലയും നല്ല കൂട്ടുകാരായിരുന്നു. एक दिन कक्षा में सुरेंद्र जी माट साहब ने साहिल के सामने बेला का कॉपी फेंकते हुए जाकर बैठने को कहा. എന്താ പറഞ്ഞത്? ഒരു ദിവസം സുരേന്ദർ മാട്ട് സാബ് സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് ബേല കാ കാപ്പി ബേലയുടെ കോപ്പി ഫേങ്ക്തെ ഹുയെ എറിഞ്ഞുകൊണ്ട് പറയാണ്
जाकर सीट पर बैठो, सीटिൽ പോയിട്ട് ഇരിക്കുക. और साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അപ്പം എന്താ ഉണ്ടായത്? സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവൾക്ക് വളരെയധികം ലജ്ജ അനുഭവപ്പെട്ടു. इसलिए जब वह उसके पास आकर बैठी उसे नज़र नहीं मिला पाई. അവൾക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ സുരേന്ദർ സാറ് साहिल के सामने ही उसे पीटा और मारा. इसलिए साहिल को न देखने की नज़र नहीं ആയി. അവൾക്ക് നോക്കുന്നതിന് വേണ്ടിയുള്ള അവനെ സാഹിലിനെ നോക്കുന്നതിന് ഒട്ടും സാധിക്കാഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. ഇനി ദീപാവലിയുടെ ചുട്ടി കഴിഞ്ഞു. ദീപാവലിക്ക് छुट्टियों के बाद ദീപാവലിയുടെ അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഖുല സ്കൂള് തുറന്നപ്പോൾ. ജബ് സ്കൂൾ ഖുല സ്കൂൾ തുറന്നപ്പോൾ. അപ്പോൾ ജബ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. തോ ബേല കെ സിർ പർ അപ്പോൾ ബേലയുടെ സിർ പർ ബേലയുടെ ശിരസിൽ അവളുടെ തലയിൽ സഫേദ് പട്ടി വെള്ള നിറത്തിലുള്ള ഒരു കെട്ട് ബന്ധീതി തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. കോയി ഉസേ ഹോയേ ഹേയേ ഹോയേ സഫേദ് പട്ടി കഹരഹത്ത. പിന്നെ എന്താണ്? ആരോ അവളെ ഇങ്ങനെ വിളിച്ചിട്ട് ഹേയ് ഹേയ് വെള്ള തലക്കെട്ടുകാരി എന്ന് വിളിച്ചിട്ട് എന്തുണ്ടായി? നമ്മുടെ ബേലയെ കളിയാക്കി. സുൽത്താന ടാക്കു അതായത് ടാക്കു എന്ന് വെച്ചാൽ എന്താ? കള്ളന്മാർ കൊള്ളക്കാരെന്നൊക്കെയാണ് അർത്ഥം അല്ലേ? അപ്പോൾ കൊള്ളക്കാരുടെ സുൽത്താനെ എന്ന് വിളിച്ചിട്ട് ആരെ കളിയാക്കി? ബേലയെ കളിയാക്കി. തോ കോയി കുച്ച് ഓർ കഹ്കർ ചിടാ രഹാ താ. അപ്പോൾ ഒരാൾ വിളിച്ചു ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി വെള്ള തലക്കെട്ടുകാരി എന്ന് വിളിച്ചു. വേറെ ഒരാൾ എന്തെന്ന് പറഞ്ഞു? ടാക്കു സുൽത്താന ടാക്കു അതായത് കൊള്ളക്കാരുടെ സുൽത്താനെ എന്ന് വിളിച്ച് കളിയാക്കി. അപ്പം എന്ത് സംഭവിച്ചത്? ये क्या हो गया बेला സാഹിൽ ने പരത്തെ हुए पूछा. അപ്പോൾ ഇതെന്താ സംഭവിച്ചേ ബേല എന്നുള്ളത് സാഹിൽ വളരെയധികം പരേശാൻ എന്ന് വെച്ചാൽ എന്താണ്? വളരെയധികം ബുദ്ധിമുട്ടി അല്ലെങ്കിൽ വിഷമിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ട് ചോദിച്ചു. എന്താണ് സംഭവിച്ചത്? നിനക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. ചത്ത് സേ ഗിർ ഗയി എന്താണ്? എവിടെ നിന്ന്? മേൽക്കൂരയിൽ നിന്ന് മോളിൽ നിന്ന് താഴേക്ക് വീണു. ടെറസിമെന്ന് താഴേക്ക് വീണു. बेला ने हंसते हुए कहा और कहा बहुत दिन हो गए. അപ്പോൾ പറയുമ്പോൾ ബേലയ്ക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. ബേലാനെ ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓർ കഹ എന്നിട്ട് പറഞ്ഞു ബഹുത് ദിൻ ഹോ ഗേ കുറേ ദിവസമായി ഇത് സംഭവിച്ചിട്ട്. ആജ് ഖേൽ ഘണ്ടി മേം ഗാന്ധി ചോക്ക് മേ ലങ്കടി ടാങ് ഖേലെങ്കെ. പിന്നെന്താ പറഞ്ഞത്? ഇതിപ്പോൾ ഒത്തിരി ദിവസമായല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്നിട്ട് പറയാണ് ആജ് ഖേൽ ഘണ്ടി മേം. ഖേൽ ഘണ്ടി എന്താണ്? PT പീരീഡ് അല്ലേ? PT പീരീഡ് ഗാന്ധി ചൗക്ക് മേം. ആ ഗാന്ധി ചൗക്കിൽ നമുക്ക് ലങ്കടി ടാങ് ഖേലെങ്ക എന്ന് വെച്ചാൽ കാലുകൊണ്ട് ഇങ്ങനെ ഉന്തിക്കളിക്കുന്ന ഒരു കളിയാണ് ഞൊണ്ടിക്കളി. കാലുകൊണ്ട് നമുക്ക് ഞൊണ്ടി കളിക്കേണ്ടതെന്ന് ബേല ചിരിച്ചുകൊണ്ട് തിരക്കി. നഹി ഖേലെങ്കെ തെരെ സിർ മേ ഫിർ സേ ലഗ് ജായേഗി തോ. അപ്പോൾ സാഹിൽ പറയാണ് നഹി 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 ഖേലെങ്കെ വേണ്ട വേണ്ട കളിക്കണ്ട. തെരെ സിർ മേ നിൻ്റെ തലയിൽ ഫിർ സേ ലഗ് ജായേഗി വീണ്ടും എന്തെങ്കിലും പറ്റിയാലോ? നഹി ലഗേഗി ബേലാനെ ജിദ് കി ഒന്നും പറ്റില്ല. ബേല അങ്ങനെ വാശി പിടിച്ചു. ജിദ് കരണമെന്ന് വെച്ചാൽ വാശി പിടിക്കാം. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी ഖേൽ ഘണ്ടി ലങ്കടി ടാങ്ക് ഖേലെ. ഇനി എന്താ ചെയ്തത്? അവൾ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചിട്ട് തന്നെ കളിക്കാനായിട്ട് പോയി. और वे हमेशा की तरह എല്ലായ്പ്പോഴേയും പോലെ സാരെ ബച്ചോं के साथ എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ഗാന്ധി ചൗക്ക് അവരെ കളിക്കുന്ന ഒരു സ്പേസ് ഗാന്ധി ചൗക്കിൻ്റെ ആ സ്ഥലത്ത് ബാലുമേ പൂരി ഖേൽ ഘണ്ടി മുഴുവൻ PT പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ലങ്കടി ടാങ്ക് ഖേലെ എന്താണ്? ആ ഗാന്ധി പ്രതിമയ്ക്കുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് അവൾ ലങ്കടി ടാങ്ക് ഖേലെ. ലങ്കടി ടാങ്ക് ഖേലെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ തൂങ്ങിക്കളിക്കുക. അതായത് കാലുകൊണ്ട് ഇങ്ങനെ
ഒറ്റക്കാല് വെച്ചിട്ടുള്ള ഒരു കളിയാണത്. അപ്പം അങ്ങനെ തൊങ്ങി കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഇനി എന്താണ്? ഇൻ ബച്ചോങ്കോ, ഈ കുട്ടികളെ അപ്നെ ചാരോം ഓർ ഖേൽത്തെ ദേഖ്കർ, ഈ കുട്ടികൾ തൻ്റെ നാല് ചുറ്റും, അപ്പോൾ ഇവർ എവിടെ കളിക്കുന്നത്? ഗാന്ധിജിയുടെ ഒരു പ്രതിമയുള്ള ആ ഒരു സ്ഥലത്താണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ അവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ ചാരോം ഓർ ഖേൽത്തെ, നാല് പാടും കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ദേഖ്കർ ഗാന്ധിജിക്ക് മൂർത്തി, ഇനി ഗാന്ധിജിയുടെ പ്രതിമ ऐसे दिखाई पड़ती, അപ്രകാരം തോന്നിച്ചു. ജൈസെ, എപ്രകാരം, ഓർ സമയസെ കുച്ച് അധിക്, എന്താണ്? ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ഈ തൊങ്കി കളിക്കുന്ന കുട്ടികളൊക്കെ കണ്ടപ്പോൾ അധിക മുസ്കുരാ രഹി ഹോ, ആ പ്രതിമയ്ക്ക് ഒരു പുഞ്ചിരിയുണ്ട്, പിന്നെ അതിൽ കൂടുതലായിട്ട് ഈ പ്രതിമ പുഞ്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. അതുപോലെ ആയിരുന്നു കുട്ടികളുടെ ആ ഒരു കളി. ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो, इसका मतलब क्या है? ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോം ഓർ ഖേൽത്തെ, ഈ കുട്ടികൾ നാല് ചുറ്റും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ ഒക്കെ എന്തായി, ഒരു കുറച്ചുകൂടെ അധികമായിട്ട് പുഞ്ചിരിക്കുകയാണെന്ന് തോന്നിയില്ലേ? അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും കാരണം? ഗാന്ധിജീനെ കുട്ടികൾ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് എന്തായിരുന്നു? ബാപ്പു എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ? അപ്പോൾ ഗാന്ധിജി ബച്ചോങ്കോ ബഹുത് പ്യാർ കർത്തേ ഥേ അല്ലേ? കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു ഗാന്ധിജിക്ക്. ഓർ ബച്ച ഈശ്വർ കാ വരദാൻ ഹേ, കുട്ടികൾ എന്താണ്? ഈശ്വരൻ്റെ വരദാനമാണ്. ഉസ്കെ ഖേൽ ഓർ ഹാസി സബ്കോ പസന്ത് ഹേ, കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. വിശേഷ്കർ ഉസ്കി ദോസ്തി, പ്രത്യേകിച്ച് കുട്ടികളുടെ ആ ഒരു കൂട്ടുകെട്ട്, ദോസ്തി. യഹ് ദേഖ്കർ ഗാന്ധിജിക്ക് മൂർത്തിക്കോ ഹസി ആയി ഹോഗി, ഇത് കണ്ടിട്ട് ഒരു പക്ഷേ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് എന്തുണ്ടായി? ചിരി വന്നു കാണും. അതാണ്, അതായത് ഗാന്ധിജി ബച്ചോങ്കോ ബഹുത് പ്യാർ കർത്തേ ഥേ और बच्चे ईश्वर का वरदान है, सबको इन बच्चों के खेल और हंसी बहुत पसंद है, എല്ലാവർക്കും ഇഷ്ടമാണ്. इसी प्रकार इसलिए यह देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक മുസ്കുരാ രഹി ഹോ, അവരുടെ സൗഹൃദം കണ്ടപ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ വീണ്ടും കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും പുഞ്ചിരിക്കുകയാണെന്ന് തോന്നിപ്പോയി. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അപ്പോൾ ഒരു സൺഡേ ആയിരുന്നു, രവിവാർ, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്നെ ഘർ മേം, സാഹില് സ്വന്തം വീട്ടിലെ നീം കെ പേട് കി ഡാലി പക്കഡ്കർ, നീം എന്ന് വെച്ചാൽ എന്താ? വേപ്പിൻ്റെ മരം, വേപ്പ് മരത്തിൻ്റെ ഒരു ഡാലി, ചില്ലയിൽ പക്കഡ്കർ പിടിച്ചുകൊണ്ട് ഝൂം രഹാത്ത, എന്തായിരുന്നു? ആടിക്കളിക്കുകയായിരുന്നു. വഹ് ഏക് സ്റ്റൂൾ പർ ചഡ്കർ ജൂൽത്താ ഥാ, ഇനി എന്താണ്? ഒരു സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് എന്തുണ്ടായത്? ഇവൻ ആടിയിരുന്നത്. ജൂൽത്താ, ചടനാന്ന് വെച്ചാൽ കയറുക. സ്റ്റൂൾ പർ ചഡ്കർ, സ്റ്റൂളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചില്ലേമ്മ പിടിച്ചിട്ടായിരുന്നു സാഹില് ആടുന്നുണ്ടായിരുന്നില്ല, ആടുക. അച്ചാനക് ടൂटे സ്റ്റൂൾ की एक कील സാഹിൽ की പിണ്ടലി में लग गई, പെട്ടെന്ന് ആടുന്ന സമയത്ത് അച്ചാനക് പെട്ടെന്ന് ടൂटे സ്റ്റൂൾ की, സ്റ്റൂൾ ഒരല്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്കി ഏക്ക് കീൽ, അപ്പോൾ അതിൻ്റെ ഒരു ആണി സാഹിൽ की പിണ്ടലി മേം, സാഹിലിൻ്റെ മുട്ടിന് പിറകിലായിട്ട് ലഗ് ഗൈ, തട്ടി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, ഇനി എന്താ ഉണ്ടായത്? 1 ഇഞ്ച് ആഴത്തിലാണ് ഈ ആണി തുളഞ്ഞു കയറിയത്. ഏക് ഇഞ്ച് ഗഹര, 1 ഇഞ്ച് ആഴത്തിൽ, ഗഡ്ഡ ഹോ ഗയ, മുറിവ് ഉണ്ടായി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. ഇനി അതിനുശേഷം ഉസെ, അവനെ സർക്കാരി അസ്പതാൽ മേം, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പട്ടി ബന്ധുവാനെ കെ ലിയെ, അപ്പം മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ജായ ഗയ, കൊണ്ടുപോയി. ഉസ്നെ ദേഖാ कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോൾ ഉസ്നെ ദേഖ, അവൻ കണ്ടു, 2 ലോഗോം കോ ചോഡ്കർ എന്ന് വെച്ചാൽ 2 ആളുകൾക്ക്
മുമ്പിലായി, അതായത് രണ്ടാളുകളും കൂടി കഴിഞ്ഞാൽ ഉസ്കെ ആകെ അതിൻ്റെ മുമ്പിലായിട്ട് ബേല ഖടി ഹേ, ബേല നിൽക്കുന്നുണ്ടായിരുന്നു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ, ഇനി എന്താണ്, ബേലയ്ക്ക് മുന്നേ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ മുറിവിൽ മുറി മാറ്റിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട്, വീണ്ടും ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ബേല. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते. ഇനി എന്താണ്, സിർമേം, ഒരാളുടെ സിർമേം പട്ടി, അടുത്ത ആളുടെ എവിടെയാണ് പേർമേ അല്ലേ, കാലുമേ. അപ്പോൾ ഒരാൾക്ക് കാലുമേലും മറ്റേ ആൾക്ക് തലയിലും കെട്ടുമായിട്ട് സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ, സ്കൂളിലേക്ക് വന്നും പോയും, ഓർ കക്ഷാമേ കൈ ദിനം തക്ക്, ക്ലാസ്സിൽ കുറച്ച് ദിവസത്തോളം, ദോ ऐसे बच्चे दिखाई देते, അപ്രകാരത്തിലുള്ള 2 കുട്ടികളെ കാണാനായിട്ട് സാധിച്ചു. എപ്രകാരമുള്ള, ദോ ബച്ച രഹേ ജിൻമേ സെ ഏക് കെ സിർ പർ പട്ടി. ഇനി എങ്ങനെയാണ് 2 കുട്ടികളെ പ്രകാരമാണ് ഇവർ സ്കൂളിൽ കാണാൻ സാധിച്ചത്. ഏക് കെ സിർ പർ പട്ടി ബന്ധി, ഒരു ആളുടെ തലയിൽ പട്ടി ബന്ധി, ഒരു കെട്ടുണ്ട്, തലക്കെട്ടുണ്ട്. ഓർ ഏക് കി പിണ്ടലിമേ, മറ്റേ ആളുടെ മുട്ടിനെ പിറകിലായിട്ടും, ഒരാളുടെ കാലിലും മറ്റേ ആളുടെ തലയിലുമായിട്ട് കെട്ടുള്ള 2 കുട്ടികൾ സ്കൂളിൽ കാണപ്പെട്ടു. സഫേദ് പട്ടി വാലെ യെ ദോനും കहीं पर भी साथ ही दिखाई देते. അപ്പം അങ്ങനെ 2 വെള്ളക്കെട്ടുകാരെ, സഫേദ് പട്ടി വാലെ, വെള്ളക്കെട്ടുള്ള ആളുകളെ 2 പേരെ, യെ ദോനും കहीं पर, 2 പേരും, കहीं पर എല്ലായിടത്തും, സാത്ത് ഹി ദിഖായി ദേത്തെ, ഒരുമിച്ചായിരുന്നു കാണാൻ സാധിച്ചത്. 5വീം കക്ഷ കാ റിസൾട്ട് ആ ഗയാ. ഇനി 5ാം ക്ലാസ്സിലാണ് അവർ പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ 5വീം കക്ഷ കാ, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനും ചഠി മേം ആ ഗയെ, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി. യ സ്കൂൾ 5വീം തക് ഹി ഥാ. ഇനി ഈ സ്കൂള് എത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ, 5ാം ക്ലാസ് വരെയാണ് ഇവരുടെ സ്കൂള് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്കൂൾ എന്താണ്, 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പേരും 6ാം ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്കൂൾ മാറേണ്ട ഒരു സിറ്റുവേഷനാണ്. സാഹിൽ അബ് തും കഹാ പഠോഗേ, ബേലാനെ പൂച്ച. അപ്പോൾ ബേല ചോദിച്ചു, ഇനി 5 കഴിഞ്ഞു 6ലേക്കായി. സാഹിലെ അബ് തും, ഇപ്പോൾ നീയെ കഹാ പഠോഗേ, എവിടെയാണ് പഠിക്കുക. ഓർ തും കഹാ പഠോഗി ബേല, സാഹിലിനെ പൂച്ച. അപ്പോൾ അതേ ചോദ്യം തന്നെ സാഹിൽ തിരിച്ചും ചോദിച്ചു, നീ എവിടെയാണ് പഠിക്കുക. മേരെ പാപ്പ കഹ് രഹേ थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ ബേല പറഞ്ഞു, മേരെ പാപ്പ കഹ് രഹേ थे, എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, കി തുജെ, നിന്നെ, രാജകീയ കന്യ പാഠശാല മേം, അപ്പോൾ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ, പഠായെങ്കെ, പഠിപ്പിക്കും എന്ന് എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഓർ തും, അപ്പോൾ നീയോ, മുജെ അഗ്ലെ സാൽ അജ്മീർ ഭേജ് ദേങ്കെ. അപ്പോൾ സാഹിൽ പറയാണ്, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് ഭേജ് ദേങ്കെ, അയക്കും, അജ്മീറിലേക്ക് അയക്കും. അഗ്ലെ സാൽ, അടുത്ത വർഷം. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, അവിടെ എന്തുണ്ട്, ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ വഹാം അക്കേല രഹൂങ്ക, വീട്ടിൽ നിന്നും മാറി ഞാൻ ആ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോം സാഹിൽ, എന്താ സാഹില്, പത്താ നഹി ക്യോം, അറിയില്ല. അപ്പോൾ സാഹിലിനോട് ചോദിക്കണം, നീ വീട്ടിൽ നിന്ന് മാറി പോകുമ്പോൾ എന്താ അങ്ങനെയെന്ന് ചോദിക്കുക. വീട്ടിൽ തനിച്ച് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. പത്താ നഹി ക്യോം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് സാഹിൽ മറുപടി പറഞ്ഞു. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ അതായത് നീ ഫുലേറയിൽ ഉണ്ടാവില്ല എന്നാണോ സാഹിൽ എന്ന് ആര് ചോദിക്കുന്നു, നമ്മുടെ ബേല ചോദിക്കുന്നു. നഹി, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, അപ്പോൾ എന്നിട്ട് പറയാണ്, ഉണ്ടാവില്ല, ഞാൻ ഈ വർഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം 6ാം ക്ലാസ്സിൽ പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്, അജ്മീറിലെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇനി നിൻ്റെ റിപ്പോർട്ട് കാർഡ്, തുമ്ഹാരാ റിപ്പോർട്ട് കാർഡ് കഹാ ദിഖാന, തുമ്ഹാരാ റിപ്പോർട്ട് കാർഡ്, നിൻ്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കൂ, എന്നെ ഒന്ന് കാണിക്കൂ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ ഓർ ബേല സാഹിൽ കാ. അപ്പോൾ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കുകയായിരുന്നു.
और ബേല സാഹിൽ का അതുപോലെ തന്നെ ബേല സാഹിലിൻ്റെയും റിപ്പോർട്ട് കാർഡ് നോക്കി. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. ഇനി എന്താണ്? ആജ് ഇന്ന്, ആഖിരി ബാരി അവസാന തവണ, വേ ഏക് ദൂസരേക്ക് പരസ്പരം, കോയി ചീസ് കോ എന്തെങ്കിലും ഒരു വസ്തു, അതുവരയ്ക്കും എല്ലാതും അവർ ഷെയർ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ അന്നത്തെ അവസാന ദിനമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു വസ്തു ചൂ കർ ദേഖ് രഹേ തെ, തൊട്ട് നോക്കുന്ന അവസാനത്തെ ദിവസം ആയിരുന്നു. തുമ്ഹാരി ആങ്ക് മേം ആസു ക്യോം ആ രഹേ ഹേ ബേല. തുമ്ഹാരി ആങ്ക് മേം, നിന്റെ കണ്ണിലെ ആസു കണ്ണുനീര്, ക്യോം ആ രഹേ ഹേ എന്തുകൊണ്ടാണ് കണ്ണുനീര് വരുന്നത് ബേല, അതായത് നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. മുझे क्या पता, बेला ने डबडबाई आंखों से हंसते हुए कहा. मुझे क्या पता, എനിക്കറിയോ, എനിക്ക് അറിയില്ല. ബേലാനെ, ബേല ഡബ് ആംഖോസെ എന്ന് വെച്ചാൽ നിറ കണ്ണുകളോടെ, ഡബ് എന്ന് വെച്ചാൽ നിറ കണ്ണുകളോടെ, ഹസ്തേ ഹുയെ കഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു, എനിക്ക് അറിയില്ല, എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കണേന്ന് എനിക്ക് അറിയില്ല. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി തി. അപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളും എന്തായി? ബീർ ബഹൂട്ടി കി തരഹ്, ബീർ ബഹൂട്ടിയുടെ നിറം എന്താ പറഞ്ഞു നമ്മൾ? ചുവന്ന നിറാണെന്ന് പറഞ്ഞു അല്ലേ. ബീർ ബഹൂട്ടിയുടെ പോലെ ലാൽ ഹോനെ ലഗി തി, ചുവക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. ഇനി എന്താണ്? ഉന്മേം, അവൻ്റെ ആ രണ്ട് കണ്ണുകളിൽ, ബാരിഷ് കി ബൂന്തോ മഴയുടെ തുള്ളി, മഴയുടെ തുള്ളികൾ പോലെ, പാനി ഭർ ഗയാത്ത മഴക്കാലത്ത് ആകാശത്ത് എങ്ങനെയാണോ മേഘം വന്ന് നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ ചുവന്ന് അതിലാകെ വെള്ളം നിറഞ്ഞിരുന്നു. ബേല കഹനെ ലഗി, ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും അബ് തുമേ, ഞാൻ നിന്നെ ഇപ്പോൾ കളിയാക്കും. ചിടുനാന്ന് വെച്ചാൽ കളിയാക്കുക, അല്ലെങ്കിൽ എന്താ ചൊടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം ഞാൻ നിന്നെ ഇപ്പോൾ കളിയാക്കുക, അല്ലെങ്കിൽ നിന്നെ ചൊടിപ്പിക്കും. റോനി സൂരത്ത് സാഹിൽ, റോനി സൂരത്ത് സാഹിൽ, എന്ത് പറഞ്ഞിട്ടാ കളിയാക്കുന്നത്? റോനി കരയുന്ന, സൂരത്ത് എന്ന് വെച്ചാൽ സുന്ദരനായ, സാഹിൽ മനോഹരനായ സാഹിൽ അല്ലേ. അപ്പോൾ കരയുന്ന സുന്ദരനായ സാഹിൽ എന്ന് വിളിച്ചിട്ട് ഞാൻ നിന്നിപ്പോൾ കളിയാക്കുമെന്ന് പറയാണ്. ബാരിഷോം ആനേമേം 1.5 മഹീന ബാക്കിത്ത. ഇനി ബാരിഷ് വരുന്നതിന് വേണ്ടിയിട്ട്, മഴ പെയ്യാനായിട്ട് ഇനിയും 1.5 മഹീന എന്ന് വെച്ചാൽ 1.5 മാസത്തോളം ഉണ്ടായിരുന്നു. അതായത് മഴക്കാലമായിട്ടുണ്ടായിരുന്നില്ല. ലേക്കിൻ യ ബാരിഷോം സെ പഹ്ലെ ഹി ബാരിഷ് കാ ഏക് ദിൻ താ. ഇനി എന്താണ്? ലേക്കിൻ എന്നാൽ, യഹ് ഇത്, ബാരിഷോം സെ പെഹലെ മഴകൾക്ക് അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പുള്ള, ബാരിഷോം സെ പെഹലേക്ക് മഴയ്ക്ക് മുമ്പുള്ള, ബാരിഷ് അതിന് മുമ്പുള്ള മഴ, മഴയ്ക്ക് മുമ്പുള്ള മഴയുടെ ഏക് ദിൻ ഥ ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘട്ടായേം ഘിരി ഥി. ഇനി എന്താണ്? ആകാശത്ത് മേഘങ്ങൾ ചുറ്റിത്തിരിഞ്ഞിരുന്നു. ധൂൾ ഭരി തേസ് ഹവായേം ചൽ രഹി തി. ധൂൾ എന്ന് വെച്ചാൽ എന്താണ്? പൊടി നിറഞ്ഞ, തേസ് ഹവായേം ശക്തമായ പൊടിക്കാറ്റ്, ചൽ രഹി തി അവിടെയൊക്കെ നിറഞ്ഞിരുന്നു. പാനി ബരസ് രഹാ ഥ. ഇനി എന്താണ്? മഴ പെയ്യാനായിട്ട് തുടങ്ങി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് അത് ഒഴുകി, അവരുടെ മനസ്സിലെ സങ്കടമാണ് മേഘം കൊണ്ട് നിറഞ്ഞ, കാർമേഘം നിറഞ്ഞ അവരുടെ മനസ്സ് കണ്ണിലൂടെ മഴയായിട്ട് പെയ്യുകയാണ് ഈ വേർപാടിൻ്റെ സമയത്ത്. മഴക്കാലം അല്ലാതായിരുന്നിട്ട് കൂടി മഴയ്ക്ക് മുമ്പ് ഒരു മഴ അവരുടെ മനസ്സിൽ, അവരുടെ കണ്ണുകളിലൂടെ പെയ്യുകയായിരുന്നു. ഒരു കാറ്റ്, ശക്തമായ കാറ്റ് അവരുടെ മനസ്സിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ഛായി, ഏക് ഗലി മേം 5വീം സെ ചഢി മേം ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. ഇനി എന്താണ്? അപ്പോൾ ഫുലേരയുടെ ആ ഒരു ബാദൽ ഛായി ഏക് ഗലി മേം മഴ നിറഞ്ഞ അല്ലെങ്കിൽ മേഘങ്ങൾ നിറഞ്ഞ ആ തെരുവിലൂടെ 5വീം സെ 5ാം ക്ലാസ്സിൽ നിന്നും ചഢീമേം ചലി ഗയി 5ൽ നിന്ന് 6ലേക്ക് പോകുന്ന 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഏക് ലഡ്കി ഒരു പെൺകുട്ടി ജാ രഹി തി
പോവുകയായിരുന്നു. उसके भूरे बाल बीर बहूटियों के रंग के लाल रिबन से बंधे थे. ഇനി ഉസ്കെ ഭൂരെ ബാൽ, അവളുടെ തലമുടി എങ്ങനെയായിരുന്നു എന്നാണ് പറയണത്. അവളുടെ ആ ചെമ്പിച്ച ഭൂരെ ബാൽ എന്ന് വെച്ചാൽ അവളുടെ ആ ഒരു ചെമ്പിച്ച തലമുടി ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ, ബീർ ബഹൂട്ടികളുടെ നിറമുള്ള ലാൽ റിബൺസെ, ചുവന്ന റിബൺ കൊണ്ട് ബന്ധേത്തെ, കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से चढ़ा लड़का जा रहा था. പിന്നെ എന്താ കാണിക്കുന്നത്, ദൂസരി ദിശാക്കോ ജാതി, മറ്റൊരു ദിശയിലേക്ക് പോവുകയാണെങ്കിൽ ഏക് ഗലിമേം, മറ്റൊരു തെരുവിൽ 5वीं से 5ാം ക്ലാസ്സിൽ നിന്നും ചഢീമേം 6ാം ക്ലാസ്സിലേക്കായ ഏക് 11 साल का ലड़ക, ഒരു 11 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി ജാരഹാത്ത, മറ്റൊരു തെരുവിലൂടെ പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. എന്താണ് ഇസ്കി പിണ്ടലിമേം, അവൻ്റെ കാൽമുട്ടിൻ്റെ പിറകിലായിട്ട് ബീർ ബഹൂട്ടിക്ക് രംഗ്, അതായത് ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ള, രംഗ് കാസ നിറത്തിലുള്ള 1 ഇഞ്ച് 1 ഇഞ്ച് നീളത്തിലുള്ള ലംബ ചോട്ട്, 1 ഇഞ്ച് ലംബ എന്ന് വെച്ചാൽ 1 ഇഞ്ച് നീളത്തിലുള്ള ചോട്ട്, മുറിവ്, ചോട്ട് കാ നിശാൻ ത, മുറിവിൻ്റെ പാടും അവൻ്റെ കാലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, രണ്ടുപേരും രണ്ട് വഴിക്ക് പോയില്ലേ. ഒരാൾ രാജകന്യാ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ്, മറ്റേ ആൾ അജ്മീറിലേക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു വേർപാടിൻ്റെ വേദനയാണ് ഇവിടെ എന്തായിട്ട് കാണിച്ചിട്ടുള്ളത്. കാലിൽ മുറിവടയാളവും അതുപോലെ തന്നെ തലയിൽ കെട്ടിയിരിക്കുന്ന റിബണുമൊക്കെ, റിബണിൻ്റെ നിറവൊക്കെ പറഞ്ഞ് ബീർ ബഹൂട്ടിയോട് അവർ തിരഞ്ഞു നടന്നിരുന്ന, അവർ ഇഷ്ടപ്പെട്ടിരുന്ന ആ ബീർ ബഹൂട്ടികളുടെ നിറത്തിലുള്ള 2 പാടുകൾ, അവശേഷിപ്പുകൾ അവരുടെ 2 പേരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ മനോഹരമായൊരു കഥയാണ്. എന്താ പറയുന്ന, നിർമ്മലമായ ഒരു വളരെ നിഷ്കളങ്കമായ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന മനോഹരമായൊരു കഥയാണ് പ്രഭാത് ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠത്തിലൂടെ നമ്മൾക്ക് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്